ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഏത്തം പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. 1.5 കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാനിവിടെ 3 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് ഇഡ്ഡലിക്ക് അരച്ച മാവാണ്, അതുകൂടെ നമുക്ക് എടുക്കാം. അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഏലക്കായും കറുത്ത എള്ളും ഞാൻ എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, അത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് സോഡാപ്പൊടി. നമുക്കിനി മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതിലേക്ക് 1 നുള്ളും ഉപ്പ് ചേർക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവ് ചേർക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം. എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. നമുക്കിനി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഇനി നമുക്ക് ഈ ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കാം. ഏലക്ക പൊടിച്ചതും എള്ളും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മാവ് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഇപ്പോൾ ചേർത്ത പോലെ തന്നെ സോഡാപ്പൊടി ചേർത്തതിന് ശേഷം തയ്യാറാക്കാവുന്നതാണ്. ഇതിനി ഒരു 10 മിനിറ്റത്തേക്ക് ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് തന്നെ യൂസ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓരോരോ പഴമായിട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം.